തദ്ദേശ വാർഡ് വിഭജനത്തിൽ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് എം.കെ. മുനീർ എം.എൽ.എ. റിപ്പോർട്ടറിനോട് പറഞ്ഞു. കൊലപാതക പീഡന കേസുകളിൽ അപ്പീൽ പോകുന്നതുപോലെ വാർഡ് വിഭജനത്തിനെതിരെ സർക്കാർ അപ്പീൽ പോകുന്നു. വാർഡ് വിഭജനത്തിൽ സർക്കാരിന് പിടിവാശിയാണ്, വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും എം.കെ. മുനീർ പറഞ്ഞു. കേൾക്കാം. സംസ്ഥാന സർക്കാർ ഇതിലൊരു പിടിവാശിയോടുകൂടി, കാരണം നമ്മൾ സിംഗിൾ ബെഞ്ചിൽ ജയിച്ച കേസാണത്. അപ്പോൾ ഇവർ വീണ്ടും അപ്പീൽ പോവുകയാണ്. അപ്പീൽ പോയി ഡിവിഷണൽ ബെഞ്ചിൽ പോയിട്ട് ഇപ്പം അവരനുകൂലമായ വിധി വാങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ അനീതിയുണ്ടോ അതിൻ്റെ മുകളിലല്ലേ അപ്പീൽ മുഴുവൻ. അത് കൊലപാതക കേസാവട്ടെ, പിടിച്ചുപറിയാകട്ടെ, അത് ബലാത്സംഗ കേസാവട്ടെ, അതിൽ നിന്നും പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി വരെ അപ്പീൽ കൊടുത്ത് സുപ്രീം കോടതി വരെ പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. അവർക്ക് ഈ ഒരു മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അപ്പീലിന് പോകുന്നതിലൊന്നും ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഞങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങളും കോടതിയൊക്കെ കയറാൻ തീരുമാനിച്ച് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകും. ഏതറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ പോകും. സിനോജ് തോമസ് ചേരുന്നുണ്ട്. സിനോജ്, വെരി ഗുഡ് മോർണിംഗ്. തദ്ദേശ വാർഡ് വിഭജനത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച് നിയമവഴിക്ക് നീങ്ങാനാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി കൂടിയാണ് എം.കെ. മുനീർ. അദ്ദേഹത്തിന് ഈ വിഷയങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല, അത് സുപ്രീം കോടതിയിലേക്ക് നീട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ വാർഡ് വിഭജനം വന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം പറയുന്നതാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. അന്ന് മുതൽ ആരോപണമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുകൂല ഉത്തരവ് ഈ പ്രതിപക്ഷത്തിന് നൽകിയെങ്കിലും ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് അനുകൂലമായ ഉത്തരവാണ് നൽകിയത്. നിയമസഭയ്ക്ക് വാർഡ് വിഭജനത്തിലുള്ള അധികാരമുണ്ടെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എം.കെ. മുനീർ പറയുന്നത് 2011 ഏറ്റവും ഒടുവിലത്തെ സെൻസസ് വന്നത്. ആ സെൻസസ് പ്രകാരം വാർഡ് വിഭജനം നടന്നതാണ്. അതായത് പുതിയതായി രൂപീകരിച്ച പഞ്ചായത്തുകളിലും നഗരസഭകളിലും വാർഡ് വിഭജനം നടത്തിയിരുന്നു. അങ്ങനെ ഒരു തവണ വാർഡ് വിഭജനം നടത്തിയ പഞ്ചായത്തുകളിൽ വീണ്ടും വാർഡ് വിഭജനം നടത്തുന്നത് ചട്ടലംഘനമാണ്. അവിടെ വേണ്ടത് ജനങ്ങൾ കൂടുതലാണെങ്കിൽ പുതിയ സെൻസസ് പ്രകാരം പുതിയ പഞ്ചായത്തുകളും പുതിയ നഗരസഭകളും രൂപീകരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം വാർഡുകൾ വെട്ടിമുറിക്കുന്നത് രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് ലീഗിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ഹാരിസ് ബീരാൻ എം.പി. മുഖാന്തരം സുപ്രീം കോടതിയിൽ ഇത് നിയമപരമായി നേരിടാനാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻപ് തന്നെ ഈ വാർഡ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അരുൺകുമാർ.